ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട്, സർ അവൻ ഒരുപാട് നാളായി മെസ്സേജ് അയച്ചിട്ട്, അല്ലെങ്കിൽ അവൾ ഒരുപാട് നാളായി മെസ്സേജ് അയച്ചിട്ട് എന്താണെന്ന് അറിയില്ല, ഞങ്ങൾ തമ്മിൽ ചെറിയ ഒരു പിണക്കമൊക്കെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇനിയിപ്പോൾ പിണക്കമൊന്നുമില്ല, പണ്ടത്തെ അത്ര ഇൻട്രസ്റ്റ് ഇല്ല, മെസ്സേജ് അയക്കുന്നില്ല എന്നൊക്കെ പരാതി പറയുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ മാനിഫെസ്റ്റേഷൻ മെത്തേഡാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് മെസ്സേജ് മാനിഫെസ്റ്റേഷൻ ആണ്. ഓക്കെ, അതിനു വേണ്ടിയിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കുറച്ച് സ്വിച്ച് വേർഡ്സ് ആണ്. ഈ വേർഡ്സുകൾ നിങ്ങൾ ബ്ലൂ ഇങ്ക് ഉപയോഗിച്ചുകൊണ്ട് റൈറ്റ് ഡൗൺ ചെയ്യുകയാണെങ്കിൽ, ഇത്ര തവണ ഇത്ര ദിവസം കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങൾക്ക് മെസ്സേജ് അയക്കും. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ളതും അതുപോലെ തന്നെ ഏതൊക്കെയാണ് സ്വിച്ച് വേർഡ്സ് എന്നുള്ളതും മനസ്സിലാക്കാം. ആദ്യം സ്വിച്ച് വേർഡ്സ് ആണ് പറയുന്നത്. വീഡിയോ പൂർണ്ണമായിട്ടും കാണുക, അതിനുശേഷം എങ്ങനെ ചെയ്യണം എന്നുള്ളത് പറയാം. അപ്പോൾ ഒരു പേനയും പേപ്പറും എടുത്തുകൊണ്ട് നോട്ട് ചെയ്തോളൂ. നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് മെസ്സേജ് ലഭിക്കും. 100% ഗ്യാരണ്ടിയാണ്. ഇത് ചെയ്താൽ മതി. ഒന്നാമതായിട്ട് നമുക്ക് വേണ്ടത്, നിങ്ങൾ ആരിൽ നിന്നാണോ മെസ്സേജ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ആ വ്യക്തിയുടെ പേരാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്താവാം, ആരുമാവാം. ആ വ്യക്തിയുടെ പേര് എന്താണെന്നുള്ളത് ആദ്യം തീരുമാനിക്കുക. ഓക്കെ, ഫസ്റ്റ് അതാണ്. രണ്ടാമതായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഉദാഹരണമായിട്ട് ഒരു പേര് എടുക്കുകയാണ്. കൈന എന്നുള്ള ഒരു പേര് ഞാൻ എടുത്തു എന്ന് വിചാരിക്കുക. ഓക്കെ, രണ്ടാമത് വേണ്ട വേർഡ് എന്ന് പറയുന്നത് റീച്ച് എന്നുള്ളതാണ്. REACH, റീച്ച്. നോട്ട് ചെയ്തോളൂ. മൂന്നാമതായിട്ട് മീ, ME, റീച്ച് മീ. നാലാമത്തെ വേർഡ് എന്ന് പറയുന്നത് നൗ, NOW. ഓക്കെ, ഈ 4 വേർഡ്സും ക്യാപിറ്റൽ ലെറ്ററിലാണ് എഴുതേണ്ടത്. 4 വേർഡ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് നെയിം, പിന്നെ റീച്ച് എന്നുള്ളത് സെക്കൻഡ് വേർഡ്, മൂന്നാമത്തത് മീ, നാലാമത്തത് നൗ. അപ്പോൾ കൈന, റീച്ച്, മീ, നൗ. ക്യാപിറ്റൽ ലെറ്റർ ആണ് ഫുള്ള് വേണ്ടത്. ഇടയിൽ ഒരു സ്പേസ് ഇടുക. ആ സ്പേസിൽ ജസ്റ്റ് ഒരു ഹൈഫൺ ഇടുന്നത് നന്നായിരിക്കും. അപ്പോൾ കൈന, റീച്ച്, മീ, നൗ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ആരിൽ നിന്നാണോ മെസ്സേജ് പ്രതീക്ഷിക്കുന്നത് ആ വ്യക്തിയുടെ പേര് ആദ്യം എഴുതുന്നു, രണ്ടാമത് റീച്ച്, മീ, നൗ. ഓക്കെ, ഇനി ഇത് എത്ര തവണ ചെയ്യണം എന്നുകൂടി ഞാൻ പറയാം. അതിന് തൊട്ട് മുൻപായിട്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, എൻ്റെ പേഴ്സണൽ കോച്ചിങ്ങോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നത്തിനുള്ള സൊല്യൂഷനോ അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. പിന്നെ ഞാനിപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്ന സ്വിച്ച് വേർഡ്സ് ഉണ്ടല്ലോ, ഈ സ്വിച്ച് വേർഡ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഇത് ആരാണ് കണ്ടുപിടിച്ചത്, ഇതെങ്ങനെയാണ് വർക്കൗട്ട് ആവുന്നത്, അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും അതിനെല്ലാം ഉള്ള സ്വിച്ച് വേർഡ്സ് അവൈലബിൾ ആണ്. അതൊക്കെ വളരെ ഡീപ്പായിട്ട് പഠിക്കാനും നിങ്ങളുടെ ജീവിതത്തിൽ ഉപയോഗിക്കാനും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് നമുക്കുണ്ട്. ആ കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ടോപ്പിക്കിലോട്ട് വരാം. ഇത് എത്ര ദിവസം ചെയ്യണം? 21 ദിവസമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, എത്ര തവണ ഒരു ദിവസം എഴുതണം? ബ്ലൂ ഇങ്ക് കൊണ്ടാണ് എഴുതേണ്ടത് എന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു. 21 തവണയാണ് എഴുതേണ്ടത്. 1 2 3 അങ്ങനെ പറഞ്ഞ് 21 തവണ എഴുതുക. എപ്പോഴാണ് എഴുതേണ്ടത്? അത് അടുത്ത ചോദ്യം വരാം. ഒന്നുകിൽ രാവിലെ എണീറ്റ ഉടനെയോ അല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപോ ആണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ 21 തവണ എഴുതുക, 21 ദിവസം. മോർണിംഗ് ഓർ നൈറ്റ് എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ്. ഏതെങ്കിലും ഒരു നേരം ചെയ്താൽ മതി. ബ്ലൂ ഇങ്ക് ഉപയോഗിച്ചുകൊണ്ടാണ് എഴുതേണ്ടത്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എഴുതി നോക്കൂ. നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് മെസ്സേജ് വന്നിരിക്കും. നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്നോട് ചോദിക്കാനുള്ള ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. എനിവേ, താങ്ക് യു. നമസ്തേ.